ബാസിത്താണ്. ആ കൊപ്പത്ത് നിന്നാണ് വിളിക്കണത്. ആ അപ്പൊ നിങ്ങളെ വീഡിയോസുകളൊക്കെ കാണാറുണ്ട്. ആ അപ്പൊ അതില് കൂടുതലായിട്ട് നിങ്ങള് അടിമത്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാ വിഷയം സംസാരിക്കും. അടിമത്തം അതിന്റെ ഒരു ഭാഗമാണല്ലോ. കൂടുതലും അടിമത്തായിട്ടാണ് അല്ല, അടിമത്തത്തെ ബന്ധപ്പെട്ട് കുറിച്ച് സംസാരിക്കുന്നത്. സംസാരിക്കുമ്പോ അടിമത്തത്തെ കുറിച്ച് സംസാരിക്കും. വേറെ വിഷയങ്ങൾ സംസാരിക്കുമ്പോ അതിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ അതിനെ പറ്റി കുറച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചത്. നിങ്ങൾ തിരക്കിലാണോ? അല്ലല്ല, പറഞ്ഞോളൂ. അപ്പൊ അടിമത്തം ഇപ്പൊ ഹലാലാക്കിയല്ലോ, അനുവദനീയമാക്കി എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു ലക്ഷ്യം അത്രയും സിമ്പിളാണ് എന്നുള്ളതിന്റെ ഒരു തെളിവല്ലേ? മനസ്സിലായില്ല, നിങ്ങൾ ഒന്നുകൂടി പറയും. ഇപ്പൊ നമ്മള് ഒരു തെറ്റും ശരി ഉണ്ടാവുന്നത് ഒരാശയത്തിന്റെ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? അപ്പോ ഇസ്ലാമിന്റെ ലക്ഷ്യം, ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോ അടിമത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിക്ക് ഇപ്പൊ ഞാനൊരു അടിമയാണെങ്കിൽ എൻ്റെ സമയത്തിനോ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൻ്റെ വികാരത്തിനോ ഒന്നും ഒരു വിലയില്ലാത്തൊരവസ്ഥയാണല്ലോ അടിമത്തം എന്ന് പറയുന്നത്. അതെ. അപ്പൊ ആ അടിമത്തം, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു അടിമക്ക് പോലും അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നതിന് തടസ്സമല്ലാത്ത ഒരു കാര്യം കൊണ്ട്, തടസ്സമല്ല എന്നുള്ളൊരു വസ്തുത കൊണ്ടായിരിക്കുമല്ലോ അത് അടിമത്തം അനുവദനീയാക്കി ഉണ്ടാവുക. നിങ്ങളെ പോയിന്റ് ഇപ്പോഴും മനസ്സിലായില്ല. അതായത് അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളായിട്ടുള്ള മനുഷ്യര്, അതിലൊരു വിഭാഗം അടിമകളോ ഉടമകളോ ചില ആൾക്കാർ മുതലാളിമാരോ തൊഴിലാളികളോ ഒന്നും ആവുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അള്ളാഹുവായിട്ടുള്ള ബന്ധത്തിലും ആരാധനയിലും ഒന്നും അത് ബാധിക്കൂല. ഇതാണ് നിങ്ങളെ വാദം? അതാണ്. അതുകൊണ്ട് ഇപ്പൊ ഒരു നിയമം, ഒരു നന്മ തിന്മ തീരുമാനിക്കുന്നത് ഒരാശയത്തിന്റെ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഇപ്പൊ നമ്മള് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഇന്ത്യൻ ഒരു ജനാധിപത്യം എന്നുള്ള ഒരു ആശയം, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ ഓരോ പൗരനും അന്തസ്സോടു കൂടിയും അഭിമാനത്തോടു കൂടിയും നിർഭയത്വത്തോടു കൂടിയും നമ്മളെ ഈ ഇന്ത്യയിൽ ജീവിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോ നമ്മളെ ജനാധിപത്യം എന്നുള്ള ഒരു ആശയത്തിന്റെ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് നമ്മള് ഇപ്പോ ഉദാഹരണം പറഞ്ഞാല് അതുകൊണ്ട് നമ്മൾ അടിമത്തം അനുവദിക്കാൻ പറ്റില്ല. പക്ഷെ ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേവലമായിട്ട് അള്ളാഹുവിനെ ആരാധിക്കലോ സ്വർഗത്ത് കിടക്കലുമാണ്. അതുകൊണ്ട് അടിമത്തം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലേ? അതുകൊണ്ട് അടിമത്തം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അടിമത്തം മറ്റേ റസൂലിന്റെ വരുന്നതിന്റെ മുന്നുള്ളതാണ്. അപ്പോ റസൂലിന്റെ ഒരു ആശയം ഇതിന് തടസ്സമല്ല. അപ്പോ ആ ഒരു അടിമത്തം എന്നുള്ള ഒരു കാര്യം, അടിമത്തം എന്നുള്ളത് നിസ്കാരത്തിന് ഓത്തുന്നൊന്നും തടസ്സമല്ല എന്നാണ് നിങ്ങളെ വാദം? നിസ്കാരം എന്നുള്ളതല്ല, കേവലം അള്ളാഹുവിനെ വഴിപ്പെടുക, തൗഹീദിലായിരിക്കുക എന്നുള്ളതിന് അടിമത്തം എന്നൊരു തടസ്സമല്ലല്ലോ. അതുകൊണ്ട് പിന്നെ അടിമത്തം തടസ്സമല്ല. അതെ, അതുകൊണ്ട് അടിമത്തം ഹലാലാക്കിയതിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് നിങ്ങളെ വാദം? ഹലാലാക്കി എന്നുള്ളതാണ് അതിൽ പ്രശ്നമുള്ളതല്ല. അടിമത്തം ഏറ്റവും നീചമായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ നമ്മളിപ്പോ ഒരു ആശയം, അപ്പൊ അതായത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇസ്ലാമില് മതം എന്ന് പറഞ്ഞതില് ലോകത്ത് മനുഷ്യരാശിയുടെ പൊതുവിലുള്ള ഭൗതിക ജീവിതമായിട്ട് ബന്ധപ്പെട്ടതല്ല അതിന്റെ ലക്ഷ്യം. അത് പാരത്രികമായിട്ടുള്ള ലക്ഷ്യം മുൻനിർത്തിയിട്ടുള്ള ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അതുകൊണ്ട് ഭൗതിക ജീവിതത്തിൽ നമുക്ക് ഇന്ന് തെറ്റാണെന്ന് തോന്നുന്ന എങ്ങനെ ആത്മീയമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക എന്നുള്ള. അപ്പൊ അതിന്റെ ഇടയിൽ മനുഷ്യർക്കിടയിലുള്ള പ്രശ്നങ്ങളൊന്നും, മനുഷ്യരുടെ ജീവിതത്തിലെ ഭൗതിക ജീവിതത്തിലുള്ള അവരുടെ സാമൂഹികമോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്തല്ല അത്ര വലിയ കാര്യാക്കണ്ട എന്നുള്ളതാണ്. അല്ല, അത് കാര്യാക്കണ്ടെന്നല്ലേ, നമ്മള് മനുഷ്യന്മാരാണ്. അപ്പൊ ഇസ്ലാമില് അള്ളാഹു എന്തിനാണ്, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എന്തിനാണ് അള്ളാഹു ഭൂമിയിൽ വെച്ചിട്ട് ഈ ശരീഅത്ത് നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്? അത് ഈ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക എന്നുള്ളത്, ആ ആരാധിക്കുന്നതിന് വേണ്ടി ഒരാൾ പാകപ്പെടാൻ വേണ്ടിയിട്ട് ശരീഅത്ത് നിയമങ്ങൾ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഒരാള് മോഷ്ടിച്ചു, ഒരാളെ കൊന്നു
ഇതിപ്പോ ഒരാളെ അതിനിപ്പോ കൊലപ്പെടുത്തിയാല് അള്ളാഹുവിനെ അള്ളാഹുവിനെ അറിഞ്ഞ് ആ ആരാധിക്കുന്ന ഒരാളാണ് മരിച്ചതെങ്കിൽ അയാളെ സംബന്ധിച്ച് വേറെ ടെൻഷനൊന്നും ഇല്ലല്ലോ. ഇല്ല. ഇല്ല, അത് മരിച്ച ആളെ ഒരു സംബന്ധിച്ച്. ഭൗതികമായിട്ട് അപ്പൊ എങ്ങനെ നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ല. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ അയാളെ ഈ കൊലയാളിയെ ശിക്ഷിക്കണം എന്നൊക്കെ എന്തിനാ പറയണപ്പോ? കൊലയാളിയെ ശിക്ഷിക്കണമെന്നോ? ഉം. അത് നമ്മൾ ഉണ്ടാക്കണം. നമ്മളിപ്പോ അല്ലല്ല, അത് അള്ളാഹ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭൗതികമായിട്ടുള്ള ഏത് അല്ല, ഭൗതികമായിട്ടുള്ള മനുഷ്യന്റെ പൊതുജീവിതത്തിൽ ആ മനുഷ്യന്റെ അത് അന്തസ്സ്, അത് അതൊരു അവകാശങ്ങൾ, അത് എന്തായാലും ഭൗതിക ജീവിതം. ഞാൻ ശിക്ഷിക്കണല്ലോ. ചോദിക്കട്ടെ, കാരണം ഞാനിപ്പോ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞത് ആ കേട്ടല്ലോ, ഇനി നിങ്ങളുടെ ആശയത്തിന്റെ ഒരു ആ വ്യക്തതയ്ക്ക് വേണ്ടി പറഞ്ഞോളൂ ചോദിക്കുകയാണ്. പറഞ്ഞോളൂ പറഞ്ഞു. ആ മനുഷ്യന്റെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അടിമത്തം. ഇസ്ലാമിന്റെ ആ ആത്യന്തിക ലക്ഷ്യമായിട്ടുള്ള തൗഹീദിന് അടിമത്തം ഒരു തടസ്സമല്ല. ഏതാണല്ലോ ആ നിങ്ങളെ വാദം? അതെ. ഓക്കെ. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് കേവലമായ പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ട ചില ലക്ഷ്യങ്ങളിലേക്ക് നയിക്കാൻ വേണ്ടി മനുഷ്യനെ പ്രാപ്തനാക്കാനുള്ള ഒരു ആശയമാണ്. അതുകൊണ്ട് ഭൗതികമായിട്ട് അതെ. നമ്മളിപ്പോ നോക്കുന്ന സമയത്ത് പല പോരായ്മകൾ നമുക്ക് തോന്നിയേക്കാം. അതൊന്നും വലിയ കാര്യമാക്കണ്ടെന്നല്ലേ നിങ്ങളെ വാദം? അത് കാര്യാക്കണ ഇസ്ലാമിന്റെ പരിധിയിൽ അത് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നതിന് തടസ്സമായിട്ടുള്ള കർമ്മങ്ങള് അതിപ്പോ ഒരാളെ പ്രശ്നമാണ്. കൊന്നു എന്നുള്ളത്, ഒരാളെ കൊലപ്പെടുത്തി എന്നുള്ളതും അയാളെ ഓത്തു നിസ്കാരത്തിന് ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ആ കൊലപ്പെട്ട വ്യക്തിക്ക് അല്ല, മറ്റേ അയാൾ അള്ളാഹുവിനെ അള്ളാഹുവിനെ അറിഞ്ഞ് അറിഞ്ഞ് ആരാധിച്ച വ്യക്തിയാണെങ്കിൽ ആരാധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേനു. നിഷേധിക്കല്ലേ. ഇപ്പൊ എങ്ങനെ? ഞാനൊരാളെ കൊല്ലുകയാണെങ്കിൽ, ഉം. ഞാനിപ്പോ ഒരാളെ കൊല അല്ല, ഞാൻ ചെയ്യുകയാണെങ്കിൽ ചോദിക്കണത് ഇസ്ലാമിൽ ആ കൊല ഒരാളെ ചെയ്യപ്പെട്ട കൊല്ലരുത് എന്ന് വ്യക്തിക്ക് നിയമമുണ്ടോ? അത് ഉണ്ട്. എന്തിനാണത്? അത് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നതിൽ നിന്ന് ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിക്ക് അനുവാദം മറ്റൊരു വ്യക്തി ചെയ്യല്ലേ. അപ്പൊ എങ്ങനെ അത് തെറ്റാണ്. എങ്ങനെ എങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാനാണല്ലോ ഇപ്പൊ ഓരോ അപ്പൊ മനുഷ്യനെ അള്ളാഹുവിനെ അറിഞ്ഞ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആരാധിക്കാത്ത ഒരാളാണെങ്കിലോ കൊല്ലാം? ഏത്? എല്ലാരും സൃഷ്ടിച്ചിരിക്കണ അതിനാണ്. എല്ലാരും ആ ആ, അയാള് യാത്രയിലാണ്. അള്ളാഹുവിനെ അതിന് അറിഞ്ഞ് മതം ഒന്നും ആരാധിക്കാത്ത പ്രശ്നമല്ല. ഒരാളെയാണ് കൊലപ്പെടുത്തിയതെങ്കിലോ? ഏത്? അള്ളാഹുവിനെ അള്ളാഹുവിനെ അനുസരിക്കാതെ അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ഒരാളിനെയാണ് ഇപ്പൊ ഒരാൾ വിശ്വാസിയായിട്ടുള്ള ഒരാൾ അങ്ങനെ കൊലപ്പെടുന്നെങ്കിലോ? ധിക്കരിച്ച് നടക്കുന്ന ഒരാളും പിന്നീട് അയാളെ ജീവിതത്തിൽ അറിഞ്ഞ് ആരാധിക്കാൻ സാധ്യത ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോഴും അയാളെ ഇന്ന് കൊല്ലുമ്പോ ഉം. ആ സാധ്യതയെ പോലും ഒരാള് ഒഴിവാക്കുകയല്ലേ. അപ്പൊ ഉം. അയാള് ശിക്ഷിക്കപ്പെടണം. ശരി, ഒരാൾ മോഷ്ടിച്ച എന്താ ഇപ്പൊ ആരാധനയായിട്ട് എന്താ ബാധിക്കും? ഏത്? മോഷ്ടിച്ചാലോ? ഒരാള് മോഷണം. ഒരാള് നിങ്ങളിപ്പോ കൊല്ലപ്പെട്ട ആളുടെ ആരാധനയ്ക്കുള്ള അവസരം നഷ്ടപ്പെടും എന്നല്ലേ നിങ്ങൾ വേവലാതി? അതുകൊണ്ട് ആ ആ കൊലപാതകം നിഷേധിച്ചു എന്നാണല്ലോ. ആ മോഷണാണെങ്കിലോ? അതെ. മോശമാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. എങ്ങനെ? ഇപ്പൊ ഒരാള് ആത്മീയ ജീവിതത്തിന് ഭൗതിക ജീവിതം എന്താണെങ്കിലും അത്യാവശ്യമാണ്. ആ, ഒരാൾക്ക് ഇപ്പോ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഭൗതികമായി ജീവിച്ചിട്ടല്ലേ അതിന് കഴിയുള്ളൂ. ഓക്കെ. അപ്പോ ആ ഭൗതികമായി ജീവിക്കണമെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഉപജീവനം നടത്തണം. അപ്പൊ ആ ആ, ഉപജീവനം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ സമ്പാദ്യം മറ്റൊരാൾ മോഷ്ടിച്ചു കഴിഞ്ഞാല് ആ, അതും ഈ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നതിനുള്ള ഒരു അതിന് തടസ്സമില്ലല്ലോ. ഒരു എന്താ പ്രശ്നം? തടസ്സമാണല്ലോ. എന്താ തടസ്സം? തടസ്സമാണല്ലോ. ഇല്ലല്ലോ, തടസ്സമൊന്നുമില്ല. അയാൾക്ക് ഭൗതികമായി ജീവിക്കണ്ടേ, ആ, അയാൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അതല്ലല്ലേ അതിനായിരിക്കും റിസ്ക് ഇയാള് കൊടുക്കുന്ന സമ്പാദിച്ചു ആള്. റിസ്ക് വെച്ചിട്ടുണ്ടാവുക. കൊടുക്കുന്ന ആളല്ലല്ലേ? റിസ്ക് കൊടുക്കണ ആളെയാണ്. പക്ഷെ ഉം. ഇയാള് ഭൗതികമായിട്ട് കുറച്ച് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടാവും. ആ, ഏ അതിനിപ്പോ അതുകൂടി ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോയി മോഷ്ടിക്കപ്പെടുകയല്ലേ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതാണെന്ന് വിചാരിച്ച പോരെ? ആ ഉം. പക്ഷെ ഒരു സമൂഹത്തിന്റെ ശരി. അങ്ങനെ ശരി ശരി മോഷ്ടിക്കപ്പെടുമ്പോ ശരി. അങ്ങനെ ആ വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണം എന്നുള്ള ശിക്ഷ നടപ്പാക്കേണ്ട കാരണം എന്താ? വ്യഭിചാരിയെ നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് എറിഞ്ഞു ലോജിക്കും കൊല്ലണം. വെച്ചിട്ട് വ്യഭിചാരിക്ക് ഇതിനെ ശിക്ഷ കൊടുക്കുന്നത്? ആ കൂടുതലായിട്ട് ഭൗതികമായിട്ട് നമ്മള് ചേഷ്ടകൾ ചെയ്യുമ്പോ അതും ഈ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നതിന് തടസ്സമായി വരും. കൂടുതലായിട്ട് നിങ്ങള് നമ്മൾ നിങ്ങള് മറ്റേ ഭൗതികമായി ഇത് ജീവിക്കുമ്പോ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രശ്നമുണ്ട്. അല്ല, എന്ത്? മനസ്സിലായി. നിങ്ങള് മറ്റേ എന്താണ് അതിന് പറയാ, ഈ മന്തിക്ക് പഠിച്ചിട്ടുണ്ടോ? ഓതിയിട്ടുണ്ടോ? മന്തിക്കും ഞാൻ മദർസയിലെ ഒരു 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. വേറെ അല്ല അല്ല, നിങ്ങള് അധികം ഒന്നും അറിയില്ല. നല്ല ഉസ്താദ്മാരൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ? ഉസ്താദുമാരായിട്ട് പറഞ്ഞാല് നമുക്ക് കുറച്ചൊക്കെ നമ്മള് ഇപ്പൊ എല്ലാരെയും ശരി കൊല്ലും. നമ്മളെ അറിവ് ശരി എവിടുന്നും തേടുമല്ലോ. ശരി ശരി. അപ്പൊ ആ അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രമുള്ളതിൽ വലിയ കാര്യമൊന്നുമില്ല. ആത്മീയതയും ഉം. അതേപോലെ തന്നെ മനുഷ്യനെ അള്ളാഹുവിനെ വലിയ അറിഞ്ഞാരാധിക്കുക. കാര്യമില്ല എന്നല്ല. ആ, ഭൗതികമായിട്ട് നമ്മളെ ജീവിപ്പിക്കണത് തന്നെ ഭൗതികമായിട്ട് ജീവിച്ചിട്ടുള്ളൂ ഒരാൾക്ക് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാൻ അറിഞ്ഞാരാധിക്കാൻ കഴിയുള്ളൂ. പറ്റുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ആ. അടിമത്തം ഉം. അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കുന്നതിന് തടസ്സമല്ലേ? അല്ല അല്ലേ? അല്ല ആണ്. നിങ്ങൾക്ക് അറിയില്ല.
എങ്ങനെയാ നിങ്ങളെ കീഴിൽ ഒരു അടിമ സ്ത്രീ ഉണ്ട് അത് വിചാരിക്കുക. അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക എന്നുള്ളത് എന്താണെന്ന് ആ മനസ്സിലായുള്ളൂ. മനസ്സിലാക്കാം. നമുക്കൊരു അടിമത്തം ഉദാഹരണം ഇതിന്റെ പറഞ്ഞുതരാം. കാര്യത്തിൽ പറഞ്ഞുതരാം ആ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളെ കീഴിൽ അടിമ പറഞ്ഞോളൂ. ഉണ്ട്. ആ അടിമക്ക് സുന്നത്ത് നോമ്പ് എടുക്കണം എന്ന് തോന്നി. നിങ്ങളെ ആ രണ്ട് അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു. ആ അപ്പൊ അവർക്ക് നോമ്പ് എടുക്കണം എന്ന് തോന്നി. സുന്നത്ത് നോമ്പാണ്. ഉം അപ്പൊ അത് നിങ്ങൾ സമ്മതിച്ചില്ല. നിങ്ങൾ അനുവാദം പക്ഷെ വേണ്ടേ? അത് നോമ്പെടുക്കലും അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കണവും തമ്മിൽ ബന്ധമില്ലല്ലോ. എന്താ? അത് നോമ്പെടുക്കലൊക്കെ പറഞ്ഞ കേവലം ഇബാദത്ത് ആണ്. ആ അത് അതിന്റെ കർമ്മങ്ങളാണ്. പക്ഷെ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക എന്ന് പറയുന്നത് ഒരു അറിഞ്ഞാരാധിക്കണം. നോമ്പെടുക്കലോ ഒരു നിസ്കരിക്കലോ ഒന്നും അല്ലല്ലോ. പിന്നെന്താണ്? നിസ്കാരമൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക എന്ന് പറയുന്നത് നമ്മള് ആ ഞാൻ ഇനി നിങ്ങളോട് അള്ളാഹുവിന്റെ കൂടുതലായിട്ടൊന്നും ചോദിക്കില്ല. ആരാധന എന്ന് പറഞ്ഞാല് പറഞ്ഞോളൂ. നിങ്ങളെ കാഴ്ചപ്പാടില്ലേ, നമ്മൾ മനുഷ്യനെ കുറിച്ച് പരസ്പരം കാണുന്ന കാഴ്ചപ്പാടൊന്നും അള്ളാഹ്ക്ക് ബാധകല്ല. അതായത് എല്ലാ മനുഷ്യരും തുല്യമായിട്ടുള്ള അന്തസ്സ് അവകാശങ്ങളും ഉള്ളവരാണ് എന്ന കാഴ്ചപ്പാടൊന്നും അള്ളാഹ്ക്ക് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല. ഇസ്ലാമിൽ ഒന്നും അത് വലിയ സംഭവമല്ല. ഇതിൽ നിങ്ങളെ വാദം അതെ അല്ലേ? നമ്മൾ ഇന്ന് ആ ലോകത്ത് പൊതുവിൽ മനുഷ്യർ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാനാണ്. അപ്പൊ അള്ളാഹു ഒരു ഫെയിലിയർ ആണ്. അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാരാണ് അള്ളാഹു. അള്ളാഹു അത് വിട്. അള്ളാഹു ഒരു പരാജയപ്പെട്ട ജീവിതത്തിന്റെ അർത്ഥം ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അതെ, ജീവിക്കാന്നുള്ളതിന്റെ അർത്ഥം ജീവിക്കുക തന്നെയാണ്. ആ ജീവിതത്തിന്റെ അർത്ഥം ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ജീവിതം തന്നെയാണ് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കല്. ഓക്കെ. അപ്പൊ അടിമത്തം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നും അല്ല. മനസ്സിലാവാനായിട്ടാണ്. അതെ എനിക്ക് മനസ്സിലാവായിട്ടാണ്. അതായത് നിങ്ങൾ പറയുന്ന സാധനം എനിക്ക് മനസ്സിലാവാത്തല്ല. ഒരുവിധ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പൊ അടിമത്തം അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. നമ്മളിങ്ങനെ വിമർശിക്കാനും മാത്രമല്ല വലിയ ഇഷ്യൂ പ്രശ്നമാണ്. അടിമത്തം പ്രശ്നമാണ്. നമ്മളെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു ആശയം അത് മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഇന്ത്യൻ ജനാധിപത്യക്കെ പോട്ടെ. ഇന്ത്യൻ ജനാധിപത്യത്തിൽ അത് വിടി. ഇസ്ലാമിക ലോകത്ത് അടിമത്തം തെറ്റാണ്. മുഴുവൻ അങ്ങനെയാണ്. ഇസ്ലാമിക ലോകത്ത് അടിമത്തം തെറ്റാണോ? അടിമത്തം തെറ്റല്ല. അനുവദനീയമാണ്. അത് കുഴപ്പമൊന്നുമില്ല. ഹലാലാണ്. ഹലാലാണ് ഇസ്ലാമിക ലോകത്ത്. കാരണം ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കലാണ്. അപ്പൊ ഒരു അടിമ സ്ത്രീയെ സംബന്ധിച്ച് തന്റെ യജമാനന്റെ സുഖാസ്വാദനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കലും അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരും. പക്ഷെ വ്യഭിചാരം ഹറാമാണ്. അല്ല, അടിമ സ്ത്രീക്ക് ഉടമസ്ഥന് സൗകര്യം ചെയ്തു കൊടുക്കാൻ ബാധ്യതയില്ലേ? പക്ഷേ അത് മുഹമ്മദ് റസൂലുള്ള വരുന്നതിന് മുന്നേയും അടിമത്തം എന്നുള്ളൊരു സിസ്റ്റം. അല്ല അത് പോട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ള തന്നെയല്ലേ, അള്ളാഹിനെ കുറിച്ച് ചോദിക്കുന്നത്. അള്ളാഹിനെ. അതായത് ഒരു അടിമ സ്ത്രീക്ക് തന്റെ യജമാനന്റെ സുഖാസ്വാദനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കലും നിങ്ങൾ ഈ പറഞ്ഞ അള്ളാഹിനെ അറിഞ്ഞ് ആരാധിക്കൽപ്പെടും. അതിന് തടസ്സല്ല. അത് വ്യഭിചാരത്തിൽ പെടൂല. ആരാധിക്കണത് എന്താണെന്ന് മനസ്സിലായ ഒരാൾക്ക് അത് തടസ്സമല്ല. അപ്പൊ ഭർത്താവിന് ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കൽ ഭാര്യയുടെ ബാധ്യതയും കടമയല്ലേ? അതെ. എന്നതുപോലെ തന്നെ അടിമ സ്ത്രീക്കും അങ്ങനെ ഒരു ബാധ്യത അല്ലേ മുതലാളിനോട്? അതെ. അപ്പൊ അത് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ അന്തസ്സോട് കൂടി അഭിമാനത്തോട് കൂടി ജീവിക്കലാണ് നമ്മൾ ലക്ഷ്യമായിട്ട് വരുമ്പോ അതൊക്കെ തെറ്റായിട്ട് വരും. അത് ആരുടെ ലക്ഷ്യം? അപ്പൊ ഇസ്ലാമിൽ അങ്ങനെ ഒരു മനുഷ്യൻ അന്തസ്സായി അഭിമാനത്തോടെ ജീവിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അള്ളാഹിനെ അറിഞ്ഞ് ആരാധിച്ചാൽ മതി. ഇസ്ലാമിൽ നമ്മളെങ്ങനെ ജീവിക്കണു എന്നുള്ളതല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇസ്ലാം സമഗ്രമായിട്ടുള്ള ഒരു ജീവിത പദ്ധതിയാണെന്നാണല്ലോ. അതിൽ ആത്മീയവും ഭൗതികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലേ? സമഗ്രമായിട്ടുള്ള ഒരു ജീവിത പദ്ധതിയാണെന്നല്ല. പിന്നെ ഇസ്ലാം സമഗ്രമായിട്ടുള്ള അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാനുള്ള ഒരു ജീവിത പദ്ധതിയാണ്. അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാറുള്ള ജീവിതം തന്നെ അള്ളാഹുവിന്റെ ആരാധനയായിട്ട് മാറുക എന്നുള്ളതല്ലേ ഇസ്ലാമിന് സമ്പൂർണ്ണമായിട്ട് കീഴൊടുങ്ങുക എന്ന് പറഞ്ഞ അർത്ഥം. അതെ അല്ലെ? അല്ലെങ്കിൽ പിന്നെ നിക്കാഹിന് പ്രത്യേക നിയമവും നിക്കാഹിന് കുറെ നിബന്ധനകളും നിസ്കാരത്തിന്റെ ഷർത്തും ഫർളൊന്നും നബി പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഓരോന്നിനും ഒരു ചിട്ടവട്ടങ്ങൾ ഉണ്ടല്ലോ. വ്യഭിചാരിയെ കൊല്ലണമെന്നും വിവാഹിതനല്ലെങ്കിൽ അയാളെ 100 അടി അടിക്കണമെന്നും നാട് കടത്തണമെന്നും നിയമം ഉണ്ടാക്കുന്നതിലൊന്നും ഒരാളുടെ അറിഞ്ഞ ആരാധനയെ ബാധിക്കുന്ന കാര്യമല്ലേ. ഇപ്പൊ ഒരാണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അവരുടെ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നതും തമ്മിൽ എന്താ ബന്ധം? നമ്മളിപ്പോ കൂടുതലായിട്ട് കൂടുതലായിട്ടല്ലേ മാസത്തിലൊന്ന്. അപ്പൊ മാസത്തിലൊന്നൊക്കെ ആണെങ്കിലോ? മാസത്തിലൊന്നാണെങ്കിലും അത് കൂടുതലാവും. എങ്ങനെ ഒരു വസ്തുതയാണ്. എങ്ങനെ?
ഇപ്പൊ നമ്മള് കൂടുതൽ സമ്പാദിച്ചു കഴിഞ്ഞാല് നമ്മള് ആ ഭൗതികമായിട്ട് അപ്പൊ ഒരുപാട് നേടുക വേറൊരാള് എന്നുള്ള കൂടുതൽ അങ്ങനത്തെ ഒക്കെ ഒരു സമ്പാദിച്ചു ഇതുണ്ടാവും. കൂട്ടുന്ന ഒരാളുടെ കുറച്ച് സമ്പത്ത് ഒരാൾ എടുത്തോണ്ട് പോയി അയാളെ കൈയൊക്കെ പിടിച്ചെന്തിനാ വെട്ടണേ? അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നതിന് വല്ല തടസ്സമാണോ അതൊക്കെ? ഏത് എന്തിനാണ് ഇസ്ലാം പക്ഷെ ഭൗതിക നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? അതാണ് പക്ഷെ ചോദ്യം. നമുക്ക് ഭൗതിക നിയമങ്ങള് ഈ പരിശീലനത്തിനാണ്. അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക, മെയിൻ ആയിട്ട് അള്ളാഹു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ അതിപ്പോ ഒരു സംവിധാനം അല്ലല്ലോ. അള്ളാഹു എന്താണെന്ന് അറിയാൻ ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ച ഒരു സംവിധാനമല്ല. നിങ്ങൾ പറഞ്ഞ അള്ളാഹു ഒരു പുക എന്നല്ലേ. ഇപ്പൊ അറിയാൻ ഇസ്ലാം എന്തേലും മൊത്തത്തിൽ പഠിച്ചാൽ അള്ളാഹു ഒരു പുകയാണ്, വേറൊന്നുമില്ല. അല്ല അല്ല നിങ്ങൾ പറഞ്ഞ അള്ളാഹു എന്താണ്? അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹു എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മള് അതിനുള്ള ഒരു ഉപാധിയാണ് ഷഹാദത്ത് കലിമ എന്നുള്ളത്. ഷഹാദത്ത് പറഞ്ഞ എന്താ? സാക്ഷിയാണ്. ഒരു മിനിറ്റ്. സാക്ഷ്യം. സാക്ഷ്യമാണ് അല്ലെ? സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഒരാള് സാക്ഷി, നമ്മുടെ ബോധ്യങ്ങൾക്ക് നമ്മൾ സാക്ഷി പറയാം. നമ്മൾക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ അല്ലെ ബോധ്യായിരിക്കണം. അപ്പൊ അള്ളാഹുവിനെ ബോധ്യപ്പെടണമെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലണം. ഷഹാദത്ത് ഒരു മിനിറ്റ്. ബോധ്യം നമുക്ക് അള്ളാഹു ആരാന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഷഹാദത്തിൽ എത്തണം. ഷഹാദത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾ ബോധ്യപ്പെട്ടതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ്. ബോധ്യപ്പെടണം. അപ്പൊ അതെങ്ങനെ നിങ്ങൾ പറഞ്ഞു? നിങ്ങൾക്ക് ബോധ്യപ്പെട്ട അള്ളാഹു എന്താണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ബോധ്യപ്പെട്ട അള്ളാഹു എന്താണ്? ബോധ്യപ്പെടുന്നതിന്റെ മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു അള്ളാഹു ആരാ? എന്താണ്? ഞാൻ അതിലേക്ക് എത്താം. അപ്പൊ ഒരാള് അഷ്ഹദു എന്ന് പറഞ്ഞ അഷ്ഹദു എന്ന് പറയണെങ്കിൽ ഇത് ബോധ്യപ്പെടണ്ടേ? ഇപ്പൊ ഞാൻ ഇപ്പൊ ഷഹാദത്ത് കലിമ ചൊല്ലണമെങ്കിൽ എനിക്ക് ബോധ്യപ്പെടണ്ടേ? പറയാൻ അനുവദിക്കുകള്. അപ്പൊ അഷ്ഹദു എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കലാണ്. അപ്പൊ ഒരു സാക്ഷിക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റികൾ എന്തൊക്കെയാണ്? എന്താണ്? ഒരാള് അത് ബോധ്യപ്പെടണം. ഒരു സാക്ഷി. 2 നിഷ്പക്ഷനായിരിക്കണം സാക്ഷി. 2 അങ്ങനെയുള്ള ക്വാളിറ്റികൾ. അപ്പൊ ലോകത്തുള്ള സകല മുസ്ലിങ്ങളുടെയും ഷഹാദത്ത് ബാത്തിലായില്ലേ? ആരാ പറഞ്ഞ എല്ലാരും മുസ്ലിങ്ങളാണെന്ന്? അല്ല, നമ്മളിപ്പോ മുസ്ലിങ്ങളാണെന്ന് ഊറ്റം കൊള്ളുന്ന എല്ലാവരുടെയും സകല എണ്ണത്തിന്റെ ഷഹാദത്ത് ബാത്തിലല്ലേ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഷർത്ത് വെച്ചാ, നിങ്ങൾ പറഞ്ഞ ഷർത്ത് വെച്ച് നോക്കിയാല് ഷഹാദത്ത് ബാത്തിലല്ലേ എല്ലാത്തിന്റെയും? നമ്മള് മദർസയിൽ പഠിച്ചിരിക്കുന്നത് ഷഹാദത്ത് എങ്ങനെയല്ലാണെന്നാ പഠിച്ചിരിക്കുന്നത്. മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയണം. മനസ്സിൽ ഉറപ്പിക്കണമെങ്കിൽ ഇത് ബോധ്യം വരണം. അതാ ഞാൻ ചോദിക്കണേ. അപ്പൊ എല്ലാത്തിന്റെ ഷഹാദത്ത് ബാത്തിലല്ലേ? ബോധ്യപ്പെടണം. ഇത് ആദ്യ ബാത്തിലാണ്. അത് ബോധ്യപ്പെടാത്തവരൊക്കെ ഷഹാദത്ത് ബാത്തിലാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിക്കണോ? ഇക്ക് ബോധ്യപ്പെട്ടിക്കണ്. എന്നാ ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ട അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരും കേട്ടെ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അള്ളാഹിനെ അറിയാന്? അറിയണ്ട്. ഞാൻ പറയട്ടെ. അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രപഞ്ചാണ്. പറയലി. അതാണ് ഞാൻ പറഞ്ഞത്. അത് ആകെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പുകയാണെന്ന്. ഞാനും നിങ്ങളൊക്കെ അടങ്ങണ പ്രപഞ്ചം. അതിന് ഈ പ്രപഞ്ചം എവിടെ നമുക്ക് കിട്ടാം? ആറ്റം ഉണ്ടെങ്കിൽ ആ ആറ്റം അടങ്ങണ ഈ പ്രപഞ്ചം എന്താന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അള്ളാഹുവിനെ അറിയണമെങ്കിൽ പ്രപഞ്ചം അറിയണം. ഞാൻ പറഞ്ഞുതരാ. അള്ളാഹു എന്നുള്ളത് ഒരു 1400 കൊല്ലം മുന്നേ ഒരു ഗോത്രീയ സമൂഹം അള്ളാഹുവിനെ വിശേഷിപ്പിച്ച ആ വിശേഷണങ്ങൾ നമ്മളെ ഈ പ്രപഞ്ചത്തിനോട് കമ്പയർ ചെയ്യുമ്പോ രണ്ടും ഈക്വൽ ആണ്. ഈ പ്രപഞ്ചം എന്താന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? പ്രപഞ്ചം അതിനെ ഇത് നമ്മളെ കണ്ണിന്റെ മുമ്പിൽ കാണുകയല്ലേ? ഇല്ല, കണ്ണിന്റെ മുമ്പിൽ നമ്മളിപ്പോ കണ്ണിന്റെ മുമ്പിൽ കാണുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ആകാശത്തിലേക്ക് നോക്കുന്നതാണ്. നമ്മൾ പ്രപഞ്ചത്തിനെ കുറിച്ച് മനസ്സിലാക്കി വരുമ്പോ പറയുന്നത് ആകാശം എന്ന് പറഞ്ഞ സാധനം തന്നെയല്ല. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള തുടക്കത്തിനാണ് ആകാശത്തിലേക്ക് നോക്കുന്നത്. ആകാശമല്ലല്ലോ. ആകാശം എന്ന് പറയുന്നതും അത് നമ്മളെ മനസ്സാണ്. ആ മനസ്സിനെ പ്രതീകാത്മകമായിട്ടാണ് ആകാശം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എവിടുന്ന് മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലായി? അതായത് നമ്മളുടെ പിന്നെ കാഴ്ചപ്പാടിനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതെന്തിനാ പിന്നെ കാലില്ലാത്ത മേലാപ്പ് എന്നൊക്കെ പറഞ്ഞ, തൂണില്ലാത്ത മേലാപ്പ് എന്നൊക്കെ പറഞ്ഞ? അള്ളാഹു ആകാശത്തിനെ ക്ലിയർ ആയിട്ടുള്ള ഒരു വിധാനമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഡൂമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശത്തിന് തൂണുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? ഉണ്ട്. അതാ 5 തൂണ് അറിയണ 5 തൂണെന്നൊന്നും പറഞ്ഞിട്ടില്ല. 5 എത്ര തൂണെന്നാ പറഞ്ഞേക്കണത്? തൂണിന് പറഞ്ഞിട്ടില്ല. തൂണിന്റെ എണ്ണം പറഞ്ഞിട്ടില്ല. തൂണുകള് ആകാശം പിടിച്ചു നിർത്തിയ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തഫ്സീർ എഴുതാൻ പോണ്ടോ പുതിയത്? തഫ്സീറും ഇതൊന്നല്ലേ, അത് നമ്മളെ ബോധ്യങ്ങൾ പറയാന്നുള്ളൂ. നിങ്ങളെ ബോധ്യങ്ങൾ ഇതുവരെയും പറഞ്ഞില്ല. നിങ്ങൾക്ക് ബോധ്യപ്പെട്ട നിങ്ങൾ ഷഹാദത്ത് പറഞ്ഞ ഒരു അള്ളല്ലേ? ആ അള്ളാഹ് നിങ്ങൾ എനിക്കൊന്ന് പരിചയപ്പെടുത്തിയിട്ട് എനിക്ക് കേക്കട്ടെ. അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നാണല്ലേ നമ്മളെ ഷഹാദത്തിൽ പറയുന്നത്. ആരാധനക്ക് അർഹനില്ല എന്നല്ലേ?
ഇങ്ങനെ ഇപ്പൊ ആദ്യം ആ അള്ളാഹു ആരാന്ന് ഗോത്രീയ മനസ്സിലാവണ്ടേ? സമൂഹം അള്ളാഹു ആരാന്നുള്ളത് മനസ്സിലാക്കി തരാം. ഉം ഇപ്പൊ പ്രപഞ്ചം വിശാലാണോ? എനിക്കറിയില്ല. ഒരു വിശേഷണല്ലേ? പ്രപഞ്ചത്തിന്റെ ഒരു എനിക്കറിയില്ലേ, വിശേഷണമാണ് അത് വിശാലാണെന്ന്. എനിക്കറിയില്ലാന്ന്. ഇക്ക് എനിക്കറിയില്ല. ബോധ്യാണ് ഞാനിവിടെ പ്രപഞ്ചം വിശാലാണെന്ന്. കാരണം സാധാരണക്കാരനായിട്ടുള്ള നമ്മളൊക്കെ ഒരാളാണ്. ജീവിക്കണ നിങ്ങൾ നോക്കൂ അതിലാണ്. നോക്കൂ അള്ളാഹുവിനെ ആ ബോധ്യപ്പെടണമെങ്കിൽ മനുഷ്യന് അള്ളാഹു നൽകി എന്ന് പറയപ്പെടുന്ന ബുദ്ധിയിൽ നിന്ന് ബോധ്യപ്പെടണ്ടേ? അതെ. മനുഷ്യന്റെ ബുദ്ധിക്ക് വഴങ്ങുന്നതാണ് അള്ളാഹു എന്ന് പറയുന്ന പ്രതിഭാസം. മനുഷ്യന്റെ ബുദ്ധിക്ക് വഴങ്ങണമെങ്കിൽ വഴങ്ങും. അല്ല, വഴങ്ങും? അള്ളാഹു പൂർണ്ണമായിട്ട് അള്ളാഹു വഴങ്ങും? അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് അറിയിച്ചു കൊടുക്കൂലേ? അവന്റെ ഇഷ്ടദാസന്മാർ അള്ളാഹുവിനെ ആരാന്ന് കുറിച്ച് നമുക്ക് അറിയിച്ചു അറിയില്ലല്ലോ. കൊടുക്കും. ഒരാള് ഷഹാദത്ത് എടുക്കണമെങ്കിൽ ആ അള്ളാഹുവിനെ ബോധ്യപ്പെടണം. നോക്കൂ എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടദാസന്മാര് ഉണ്ടാവും. നമ്മൾ പെടണം. നിനക്ക് ഒന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെടണം. നിങ്ങളെ ഷഹാദത്ത് ശരിയാവണമെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ വേണം. ബോധ്യപ്പെടണം. ഓക്കെ, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു വിശേഷിപ്പിക്കുന്ന കാര്യം, അതായത് അള്ളാഹു അല്ലാത്ത വേറെ ആരാധ്യരില്ല എന്ന് ബോധ്യപ്പെടണം. അള്ളാഹു ആരാധ്യനാണ് എന്ന് ബോധ്യപ്പെടണം. ആരാധന എന്താണെന്ന് മനസ്സിലാവണം. അല്ല, അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ ആരാധന എന്താന്ന് മനസ്സിലാവണം. ഇനി ആരാധന എന്താന്ന് മനസ്സിലാക്കിയാലും അള്ളാഹുവിനെ ആരാധിക്കാം എന്ന് മനസ്സിലാവണം. അള്ളാഹു അല്ലാത്ത വേറെ ആരാധനക്ക് അർഹരായിട്ടുള്ള വേറെ ആരും ഇല്ല എന്ന് ഉറപ്പിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് അത് ഒന്ന് പറഞ്ഞേര്. അതിന് ആദ്യം ഇതൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ ഷഹാദത്ത് ചൊല്ലിയത് അല്ലേ? ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് നിങ്ങൾ ഷഹാദത്തിന്റെ ആദ്യ ഭാഗം പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട അള്ളാഹു ആരാണ്? നമ്മൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് കലിമ അറിയണത്. ആയിക്കോട്ടെ, നിങ്ങളതൊന്ന് എനിക്ക് പറഞ്ഞേരി. നിങ്ങൾ സ്വന്തമായിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് നാക്കുകൊണ്ട് വെളിവാക്കി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നാക്കൊണ്ട് നിങ്ങള് ചില ആളുകൾ വിളിച്ചിട്ട് ഇങ്ങനെ ആകെ കണ്ടിട്ട് ഞങ്ങൾക്ക് വിളിച്ചു എന്നുള്ളൂ. നമുക്ക് ആവശ്യമൊന്നുമില്ല. അതായത് ഷഹാദത്ത് ശരിയാവണമെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയണം. ഓക്കെ, ഒന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ പിന്നെ അത് മനസ്സിൽ പ്രത്യേകിച്ച് ഉറപ്പിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അത് ഓൾറെഡി നിങ്ങളുടെ ബോധ്യമാണ്. നിങ്ങളുടെ ബോധ്യത്തെ പ്രത്യേകമായിട്ട് ബോധ്യമാകുമ്പോൾ അത് ഓൾറെഡി മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിൽ ഉറച്ച ഒരു സാധനത്തിനാണല്ലോ നമ്മൾ ബോധ്യം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അതിനെ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമല്ല, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, ഇത് മനുഷ്യന്റെ ഒരു അനുഭൂതിയാണ്. നമുക്ക് ഓരോ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു തലമാണ് വിശ്വാസമെങ്കിൽ, അള്ളാഹുവിനെ ബോധ്യപ്പെടലെങ്കിൽ അത് നാക്കൊണ്ട് വെളിവാക്കി പറയണം എന്നൊരു കണ്ടീഷൻ വെക്കുന്നത് തന്നെ അബദ്ധല്ലേ? നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞാലല്ലേ മറ്റുള്ളവർക്കും കാര്യമില്ലല്ലോ. കാരണം നിങ്ങൾക്ക് എന്താ ബോധ്യപ്പെട്ടത് നമുക്ക് തിരിയില്ലല്ലോ. നിങ്ങൾ ഷഹാദത്ത് കലിമ പറയണു, നിങ്ങൾ ഏത് അള്ളാഹിനെ കുറിച്ചാ പറയണേ, ഏത് ഇലാഹ്, എന്താ ആരാധന നമുക്കറിയില്ലല്ലോ. അങ്ങനെ നബി ആരോടും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഇസ്ലാം ഇത്രയും കൂടുതൽ ഇപ്പൊ ഇതൊക്കെ ഓരോ ആളുകൾക്ക് മനസ്സിൽ ബോധ്യപ്പെടുന്ന ഒരു സാധനമാണല്ലോ. അതെ അല്ലേ? അപ്പൊ നിങ്ങൾ ബോധ്യപ്പെട്ട അള്ളാഹുവിനെ നിങ്ങൾ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരിക, നമുക്കൊന്ന് നോക്കാം. പരിചയപ്പെടാം. അപ്പൊ അള്ളാഹുവിന്റെ ഒരു വിശേഷമാണ് വിശേഷണൊക്കെ. പിന്നെ നിങ്ങൾ ആദ്യം അള്ളാഹു എന്താന്ന് പറയും. അള്ളാഹു എന്താന്നുള്ളത്, അള്ളാഹു എന്താന്ന് നിങ്ങളിപ്പോ ചക്കയുടെ വിശേഷണം പറയുന്നതിന് മുമ്പ് ചക്ക നമുക്ക് രണ്ടൊക്കെ മനസ്സിലാവണ്ടേ? ചക്ക എന്ന് പറഞ്ഞാൽ ഇതാണ്, ചക്ക എന്താന്ന് മനസ്സിലാവണ്ടേ? ചക്ക എന്നുള്ളത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് മധുരം ഉണ്ട് എന്ന് മനസ്സിലാവണം, അതിന് ചൊള ഉണ്ടെന്നും അതിന്റെ അല്ല, മധുരം ഉണ്ട് ചൊള ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ചക്കയുടെ ഗുണങ്ങളാണ്. അത് നമുക്ക് വേറെ പറയാം. ആദ്യം ചക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്ക എന്ന് പറഞ്ഞാൽ പ്ലാവിൽ ഉണ്ടാവുന്ന, പ്ലാവ് എന്ന് പറഞ്ഞ ഒരു മരം ഉണ്ട്, അതിന്റെ ഇല ഇങ്ങനെയാണ്, അപ്പൊ അതിലുണ്ടായി വരുന്ന ഒരു കായാണ്. അപ്പൊ അള്ളാഹു എന്താണ്? അള്ളാഹു എന്ന് പറയുന്നത് പ്രപഞ്ചാണ്. യൂണിവേഴ്സ് ആണ് അള്ളാഹു. യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയണ, അതൊന്നും ഇപ്പൊ ഞാൻ നോക്കണില്ല. പക്ഷെ യൂണിവേഴ്സുകൾ പോയി. ഇല്ല, എന്താ പ്രപഞ്ചം? പ്രപഞ്ചം അള്ളാഹുവിന്റെ ഒരു വിശേഷമാണ്. അല്ലല്ല, എന്താണ് അള്ളാഹു എന്ന് പറഞ്ഞ പ്രപഞ്ചാണെന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. എന്താ പ്രപഞ്ചം? നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അതിന്റെ അറ്റവും മൂലയും കൊക്കും കോണും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ പ്രപഞ്ചം എന്ന്? പ്രപഞ്ചം രൂപം ഇതൊന്നും ഇല്ലാത്ത സംഭവം. കാരണം ഇപ്പൊ ഒരു രൂപം സ്ഥിരമായിട്ട് നിക്കണില്ലല്ലോ. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചം നമ്മൾ കാണണമൊക്കെ തന്നെ. കാണുക മാത്രമേ ഉള്ളൂ? പ്രപഞ്ചം എന്ന് പറയുന്നത് കാണാത്തതും ഉണ്ടോ? നമ്മൾ കാണാത്തതില്ല. നമ്മൾ കാണുക എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇവിടുത്തെ എന്താ പറയാ, കൂടിപ്പോയാൽ നമ്മൾ ശിരുവാണി പോയാലേ അല്ലെങ്കിൽ അട്ടപ്പാടി പോയാൽ മല കാണാം,
വയനാട് പോയ മല കാണാം. ഒരു സംഭവത്തിന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ വിശേഷങ്ങൾ ഇപ്പൊ ഇക്ക് ലിയാഖത്തലിനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെ കുറച്ച് വിശേഷങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ആ യൂട്യൂബിൽ അതുകൊണ്ട് പോരാ. നിങ്ങളിപ്പോ ലിയാഖത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ലിയാഖത്ത് എന്ന് പറഞ്ഞാല് കുറച്ച് പിന്നെ താടി വെച്ചിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അയാൾ കുറച്ച് തടിച്ചിട്ട ഒരാളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആളെ മനസ്സിലാവില്ലല്ലോ. നിങ്ങൾക്ക് എന്റെ മുഖം കിട്ടൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ പൂർണ്ണ രൂപം കിട്ടൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായിട്ട് ബോധ്യപ്പെടൂലല്ലോ. പക്ഷെ നിങ്ങളെല്ലാ വിശേഷണങ്ങളും മനസ്സിലായ പൂർണ്ണമായിട്ട് ബോധ്യം കിട്ടൂലേ? അതിന് വിശേഷണങ്ങളെല്ലാം ആയോന്ന് ഇപ്പൊ നമ്മൾ എങ്ങനെ വെരിഫൈ ചെയ്യും? നിങ്ങളെ അത്യാവശ്യം നിങ്ങളെ വിശേഷണങ്ങളൊക്കെ മനസ്സിലാവും. അത്യാവശ്യം പോരാ. ഒരാളെ കണ്ടാ മനസ്സിലാവും. അത്യാവശ്യം പോരാ. കാരണം നിങ്ങൾ ഷഹാദത്തുമ്മക്കാണ് പോണേ. നിങ്ങൾ സാക്ഷ്യം പറയാൻ പോവാണ്. ആ സാക്ഷ്യം പറയണമെങ്കിൽ അപ്പൊ നോക്കൂ, നിങ്ങൾ എവിടെ പറഞ്ഞു, നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. അതായത് സാക്ഷ്യം പറയാൻ അള്ളാഹു എന്താന്ന് ബോധ്യപ്പെടണം. അള്ളാഹു എന്താന്ന് വെച്ചാൽ പ്രപഞ്ചമാണ് നിങ്ങൾ പറഞ്ഞു. പ്രപഞ്ചം എന്താന്ന് നിങ്ങൾക്ക് ഒരു കുന്തം അറിയില്ല. നിങ്ങൾക്ക് എന്നല്ല, എനിക്കും അറിയില്ല. മനുഷ്യന്മാര് പ്രപഞ്ചത്തെ കുറിച്ച് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അള്ളാഹുവിനെ പ്രപഞ്ചമായിട്ട് താരതമ്യം ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് അറിയാവുന്ന ബോധ്യപ്പെടുന്ന അള്ളാഹു എന്ന് പറയുന്നത് ചില ഊഹാപോഹങ്ങളും സങ്കല്പങ്ങളുമാണ്. ആ സങ്കല്പത്തിനാണ് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞത്. ഞാൻ സദാ അള്ളാഹിനെ അനുഭവിച്ചിരിക്കുന്ന ആളാണ്. അല്ല, അത് വേറെ. നമുക്ക് പല സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടും അള്ളാഹുവിനെയും ബ്രഹ്മാവിനെയും അനുഭവിക്കാം. ആ അനുഭവമാണ് അള്ളാഹുവിനെ. ആ അനുഭവമാണെങ്കിൽ ഒരു മിനിറ്റ്, ആ അനുഭവമാണെങ്കിൽ അതിനെ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമില്ല, വെളിവാക്കി പറയണം എന്ന് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. അത് രണ്ടും ഫേക്ക് ആണ്. സംശയം മാറിയോ? എങ്ങനെ? ഇല്ല, അതിലൊക്കെ ഞാൻ വരുന്നത്. ഞങ്ങള് പോകുന്നിടത്ത് കൂടി നിങ്ങളൊന്ന് തളിച്ചു കൊണ്ടുപോയതാണ്. അപ്പൊ നിങ്ങൾ ഷഹാദത്തിന്റെ ആദ്യ ഭാഗം ഫാൾസ് ആണ്, അതായത് കള്ളസാക്ഷ്യമാണ്. ഒന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ സാക്ഷ്യം അള്ളാഹു മുഹമ്മദിന്റെ കള്ളസാക്ഷിയാണ്. നിങ്ങൾക്ക് അള്ളാഹു എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല? അള്ളാഹു മനസ്സിലായിക്കണേ, നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണ് അത്. ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട എന്താ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞുതരാൻ പറ്റണില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ പറയാ? അത് അതാണ് ബോധ്യം. നമ്മളതിനെ അല്ല, അതിന് നിങ്ങൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചാണെന്ന് പറഞ്ഞു. അതാ പ്രശ്നം. അതപ്പോ അബദ്ധം പറ്റിയത്. നിങ്ങൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെയാണെന്ന് പറഞ്ഞു. അവിടെ പ്രശ്നം. ഈ പ്രപഞ്ചം എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. ഈ പ്രപഞ്ചം എന്താന്ന് പോലും നമുക്ക് അറിയില്ല. അവിടുന്ന് അങ്ങോട്ട് മനസ്സിലാക്കി തരാന് നിങ്ങൾ സമ്മതിക്കണില്ലേ? അതാണ്. അല്ല, അതന്നെ എനിക്ക് മനസ്സിലാവില്ല. പിന്നല്ലേ ഇപ്പോ പിന്നെപ്പോ എന്താ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് പ്രപഞ്ചം എന്താന്ന് മനസ്സിലാക്കണോ? എന്താണ് പ്രപഞ്ചം? അതിന്റെ മൊത്തം ആട്രിബ്യൂട്ട്സ് നിങ്ങൾക്ക് അറിയോ? ഞാൻ ഓൾറെഡി ആ ഒരു കാര്യം പറയട്ടെ. അല്ല, ചോദിക്കും. നിങ്ങൾ ഇതിന് മറുപടി പറയും. ഈ പ്രപഞ്ചത്തിന്റെ സകല ആട്രിബ്യൂട്ട്സ് നിങ്ങൾക്ക് അറിയോ? പ്രപഞ്ചം എന്നുള്ളൊരു വാക്കിന്റെ സൂട്ടാവണ എന്തെങ്കിലും ഒരു വേർഡ് ഖുറാനിലുണ്ടോ? ഇല്ല. പ്രപഞ്ചം എന്ന് പറയേണ്ട സ്ഥലത്തൊക്കെ അള്ളാഹു അള്ളാഹു എന്നാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അള്ളാഹുവിനെ എവിടെയൊക്കെ കണ്ടോ അതൊക്കെ നമ്മള് പ്രപഞ്ചം അർത്ഥം വെക്കണം. അതെ, പ്രപഞ്ചല്ലേ നമ്മളെ സൃഷ്ടിച്ചത്. പ്രപഞ്ചം എന്നുള്ള വാക്കിന് അർത്ഥമില്ല. അങ്ങനെ ഒരു വാക്ക് അല്ല കൊടുക്കാതിരുന്നത്. അള്ളാഹു തന്നെയാണ് പ്രപഞ്ചം എന്നുള്ളത്. മരിപ്പിക്കുകയും ചെയ്യണ പ്രപഞ്ചല്ലേ. അപ്പൊ അസ്രായേലോ? ആ ഗോത്രം അപ്പൊ നമ്മൾ അസ്രായേലിനെ എന്ത് ചെയ്യും? കല്ലിനെ വെച്ച് അസ്രായേലിനും ജിബ്രീലിനൊക്കെ നമ്മൾ എന്താക്കും? ജിബ്രീല് പറഞ്ഞ ഒരു തിരിച്ചറിവാണ്, ആ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ് ജിബ്രീല്. അപ്പൊ അസ്രായേലോ? അസ്രായേല് പറഞ്ഞ ആ മരണത്തിനെ കുറിച്ചിട്ടുള്ള തിരിച്ചറിവാണ് അസ്രായേല്. മരണത്തെ കുറിച്ച് തിരിച്ചറിവില്ലല്ലോ. മരിക്കാന്ന് പറഞ്ഞ തിരിച്ചറിവൊക്കെ നഷ്ടപ്പെടുക. നമ്മളെ ശരീരത്തിന് തിരിച്ചറിവുണ്ട്. അപ്പൊ ഈ റൂഹ് ഒതുക്കിയേറ്റെന്നൊക്കെ പറഞ്ഞാലോ? റൂഹ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചത്തിന്റെ എനർജിയാണ് റൂഹ്. അതിനെ നമ്മളെ ദേഹത്ത് ഓർണത്. പ്രപഞ്ചത്തിന്റെ മീൻസ് അള്ളാഹുവിന്റെ എനർജി, അള്ളാഹുവിന്റെ നിന്നുള്ള റൂഹാണ് നമുക്ക് ഉദിക്കണെന്ന് പറയുന്നത്. കാര്യം ചെയ്യട്ടെ, നിങ്ങൾ മുസ്തഫ മൗലവിന്റെ ഖുർആൻ വ്യാഖ്യാനാണ് കേട്ടത് അതോ നമ്മുടെ മുസ്തഫ മൗലവിനൊന്നും നമ്മൾ നോക്കണില്ല. മുസ്തഫ മൗലവി ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അയാളെ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല. മറ്റേ നമ്മളെ അൻസാരി മാഷോ? പേര് ഞാൻ കേട്ടിട്ടുണ്ട്. അൻസാരി മാഷ കേട്ടോ? ഞാന് ഇപ്പൊ ഇന്നലെ മിഞ്ഞായിട്ട് നിങ്ങളെ വീഡിയോ കണ്ടു. അപ്പൊ അതിലിങ്ങനെ വിളിച്ചൊന്നുമില്ല. നമ്മക്ക് അൻസാരി മാഷ നിങ്ങൾക്ക് അറിയോ? അൻസാരി മാഷ അറിയോ? ആരെ? അൻസാരി മാഷിനെ ഇല്ലല്ല. നിങ്ങൾ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തുനിന്നാ? കണ്ണൂർ ഭാഗത്തുനിന്നാ? ആര്? ഞാനോ? നിങ്ങൾ കോഴിക്കോട് കണ്ണൂരാ? ഞാനോ? അല്ലല്ല, ഞങ്ങളെ അടുത്ത് തന്നെ. ഇവിടെ കൊപ്പം അറിയില്ലേ? മറ്റേ പട്ടാമ്പി കൊപ്പം.
പട്ടാമ്പിക്കൊപ്പം മണ്ണാർക്കാടല്ലേ നിങ്ങള്? അപ്പൊ നമ്മളെ നാട്ടിലുള്ള ട്രഡീഷണൽ ഇസ്ലാമായിട്ട് നിങ്ങൾക്ക് വലിയ ബന്ധമൊന്നുമില്ല. നമ്മളെ സുന്നി മുജാഹിദ് ഓരോ മതമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബോധ്യം വരുന്നത് ഞങ്ങളെ അതേമാതിരി തന്നെ ആയിരുന്നു. ഓക്ക് ബോധ്യമൊന്നും വന്നിരുന്നില്ല. പിന്നെ നമ്മള് ആ അള്ളാഹുവിന്റെ ദിക്കറിലായിട്ട് അങ്ങനെ നടക്കുമ്പോ അപ്പൊ നമുക്ക് അള്ളാഹു എന്താണെന്നുള്ളതും മലക്ക് അങ്ങോട്ട് തെളിഞ്ഞിട്ട് വരും എന്താണെന്നുള്ളതും അല്ലെ? അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ബോധ്യപ്പെടും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ആ ബോധ്യപ്പെട്ട അള്ളാഹുവിനെ ശരിക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഈ ഉസ്താദ്മാര് പഠിപ്പിച്ചു തന്ന മതമാണ് ഒഴിവാക്കണം നിങ്ങൾക്ക് ഒരു അഭിപ്രായമില്ലേ? ഉസ്താദുമാര് ഒരു ബേസ് അതാണ്. പക്ഷെ അത് വെറും അല്ല, അതായിട്ട് ഓലി നിൽക്കരുത്. അപ്പൊ പഠിപ്പിച്ചു അതില് തന്ന ഒരു ആചാരാനുഷ്ഠാനങ്ങളിൽ മതതീവ്രവാദമൊക്കെ വളർന്നു വരും. ഞാൻ പറയട്ടെ, ഉസ്താദുമാര് പഠിപ്പിച്ച നമ്മളെ നാട്ടിൽ ഇപ്പൊ നിലവിലുള്ള ഈ മതം ഉണ്ടല്ലോ, ഇപ്പൊ സുന്നി മുജാഹിദ് ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓല് ഇങ്ങനെ പഠിപ്പിച്ച് കുട്ടികളെ പറഞ്ഞയച്ച് പിന്നെ കിതാബ് ഉണ്ടാക്കി ഓതി പഠിപ്പിച്ച് ആചാരാനുഷ്ഠാന നിബിഡമായിട്ടുള്ള ഒരു ഇസ്ലാം ഉണ്ടല്ലോ, ആ ഇസ്ലാമോടെ ഒഴിവാക്കിയാലല്ലേ നിങ്ങൾ ഈ പറഞ്ഞ അള്ളാഹിനെ കാണാൻ പറ്റുള്ളൂ, മനസ്സിലാവുള്ളൂ. ആ ഇസ്ലാം അതിന് നബി പഠിപ്പിച്ച ഇസ്ലാം ഒന്നല്ലോ. നബി ഇങ്ങനെ അറബി കോളേജ് നിങ്ങൾ ഇത് പറയേ, നിങ്ങൾ തുറന്നിട്ട് പറയും. അതാണ് ഒഴിവാക്കിയാലല്ലേ നിങ്ങൾ പറഞ്ഞ അള്ളാഹുലേക്ക് എത്തുള്ളൂ. അത് ഒഴിവാക്കണം. പക്ഷെ അറബി ഭാഷ അറബി ഇരുന്നോട്ടെ, അറബി നമുക്ക് അതിന്റെ എറ്റിമോളജി ഒക്കെ പഠിക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ തബരീന്റെ തഫ്സീർ, അമാനി മൗലവിന്റെ തഫ്സീർ, ചെറിയ മുണ്ടത്തിന്റെ തഫ്സീർ, അല്ല പരിഭാഷ എന്നൊക്കെ പറഞ്ഞ ആ സാധനമൊക്കെ വലിച്ചെറിയണ്ടേ? ഞാനത് പഠിച്ചിട്ടില്ല. ആ സാധനമൊക്കെ തള്ളിയാലല്ലേ നിങ്ങൾ ഈ പറഞ്ഞ അള്ളയിലേക്ക് എത്തുള്ളൂ. അപ്പം നമ്മളിപ്പോ സുന്നത്ത് അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയാണെന്നല്ലേ പറയുന്നത്. അപ്പൊ നമ്മൾ ഉമ്മിയാവണ്ടേ? അപ്പോഴല്ലേ സുന്നത്ത് റെഡി ആവുള്ളൂ. നിങ്ങളൊരു മുത്താണ്. നമ്മളിത് പഠിച്ചാൻ പറ്റില്ലല്ലോ. ആയിക്കോട്ടെ, ഇനി നമ്മൾ അടിമത്തത്തിലേക്ക് വരാം. അതായത് നിങ്ങളിപ്പോ ചിന്തിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഭൂലോകം തന്നെ ഒരു മായയാണ്. അവിടെ ഇവിടെ പുക ഉയരുന്നു, അവിടെ ഇവിടെ വെളിച്ചം വരുന്നു, അവിടെ ഇവിടെ ഇരുട്ട് വരുന്നു. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ പറയട്ടെ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ചിലയിടത്ത് പൊട്ടും, ചിലയിടത്ത് ചീറ്റും, ചിലയിടത്ത് ഒഴുകും. നമ്മൾ അള്ളാഹുവിന്റെ ദിക്റിലായിട്ട് ഇങ്ങനെ പോകുമ്പോ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അള്ളാഹു ഉണ്ട്. ആ അള്ളാഹുവിനെ അള്ളാഹുവിലായി നമ്മൾ അങ്ങനെ ജീവിച്ചാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് എന്തായാലും ജീവിക്കണമെങ്കിൽ അത്യാവശ്യം അത് വേണം. നമ്മളെ ഇപ്പൊ അനുഭവമാണ് നമുക്ക്. ഇപ്പൊ ഒരു റൂഹ് പിരിഞ്ഞതിന് ശേഷം ആ അനുഭവമാണ് നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മള് നിങ്ങൾ തന്നെ വീഡിയോയില് തന്നെയാണ് ഞങ്ങൾ ആ വേർഡിനോട്, ആ വാക്കിനോട് ഞാൻ ഭയങ്കര താല്പര്യമാണ്. കാരണം ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിന്റെ അർത്ഥം. അല്ല അതിന്റെ അപ്പുറം വേറെ ഒന്നും ഇല്ല. ആ ജീവിക്കൽ തന്നെയാണ് ഇബാദത്ത്. അപ്പൊ ആ ജീവിതം ഇബാദത്താക്കുന്ന നിങ്ങളുടെ ചിന്തയിൽ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റിലേക്ക് വരാണ്. അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കാണുന്നില്ല. അനുവദനീയമാണ്. ഏത് ലക്ഷ്യം ഇതാണെങ്കിൽ, അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കലാണ് ലക്ഷ്യമാണെങ്കിൽ അത് അടിമത്തം ഒരു തടസ്സമൊന്നുമല്ല. അത് വെച്ചിട്ട് മുസ്ലിമായ എല്ലാരും ഒരു അടിമനെ കൈവശം വെക്കണം എന്നൊന്നും അർത്ഥമല്ല കേട്ടോ. അനുവദനീയം എന്നാണ്. അടിമത്തം തെറ്റാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടോ? അടിമത്തം തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം. എന്റെ ലക്ഷ്യം ഒരു എല്ലാ പൗരന്മാരും, എന്റെ ലക്ഷ്യം സ്വസ്ഥവും സമാധാനമായിട്ടുള്ള ഒരു ജീവിതമാണ് എനിക്ക് വെച്ചെങ്കിൽ ഇന്ന ആരും അടിമാക്കരുത്. അപ്പൊ അങ്ങനെ നമ്മളെ ഒരാളെ അടിമയാക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് ലക്ഷ്യമാണ്. അതെ, ഒരാളുടെ ലക്ഷ്യം അവനവനാണല്ലോ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഒരാളുടെ അടിമത്തം അയാൾ സ്വയം തീരുമാനിക്കുന്നത് കൂടി അല്ലല്ലോ. ഇപ്പോ ഒരു അടിമത്തം എന്ന് പറയുന്നത് ഏറ്റവും മാരകമായ, ഏറ്റവും നീചമായ, ദുഷിച്ച വ്യവസ്ഥിതി. ആ വ്യവസ്ഥിതിനെ നിങ്ങൾ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ തന്നെ ഒരു മാനവിക വിരുദ്ധത ഉണ്ട്. ഞാനതിൽ നിങ്ങൾക്ക് അവസാനം പറയാൻ വെച്ചതാണ്. അതായത് ഒരു മനുഷ്യനെ ചന്തയിലെ ആടുമാടുകളെ പോലെ കൊണ്ടുപോയി വിൽക്കും, വാങ്ങും, ക്രയവിക്രയം ചെയ്യും, പണയം വെക്കുകയും അധീനപ്പെടുത്തുകയും പിന്നെ സ്വത്തവകാശത്തിന്റെ ഭാഗമായിട്ട് വരും തലമുറക്ക് ഇതാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി, അത് എത്ര നീചമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണെന്ന് നിങ്ങൾക്ക് ഇന്നിപ്പോ അറിയില്ലേ? അതെ, എത്ര നീചമായിട്ടുള്ള വ്യവസ്ഥിതിയാണ് അത്. അത്ര നീചമായിട്ടുള്ള ഒരു വ്യവസ്ഥിതി നിങ്ങൾക്ക് ബോധ്യപ്പെട്ട അള്ളാഹു അനുവദിച്ചു കൊടുക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹു അനുവദിച്ചു കൊടുത്തത് അള്ളാഹുവിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യലാണ്. അതിനിപ്പോ അടിമത്തം ഇല്ലെങ്കിൽ തടസ്സമുണ്ടോ? അടിമത്തം ഇല്ല, എല്ലാ മനുഷ്യരും തുല്യമായിട്ടുള്ള അന്തസ്സുള്ളവരാണെന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കുന്ന പറയുന്നത് അടിമത്ത സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്മാർ രൂപീകരിച്ചതാണ്. പക്ഷെ അള്ളാഹുവിന്റെ ലക്ഷ്യത്തിന് അതിപ്പോ എല്ലാം അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ കള്ളുകൂടി ആയാലും വ്യഭിചാരായാലും ഒക്കെ ഒരു കാലഘട്ടത്തില് മനുഷ്യന്മാരുണ്ടാക്കിയ സാധനല്ലേ? അതെ. അപ്പൊ അതൊക്കെ തെറ്റാണെന്നുള്ള പറഞ്ഞില്ലേ?
പറഞ്ഞു. ആ അള്ളാഹ്ക്ക് അടിമത്തം തെറ്റാണ് തോന്നിയിട്ടില്ലല്ലോ നിങ്ങൾ അള്ളാഹ്ക്ക്, നിങ്ങളെ ബോധ്യപ്പെട്ട അള്ളാഹ്ക്ക്? അടിമത്തം ഈ ലക്ഷ്യത്തിന് അതിന് അല്ല പ്രശ്നമില്ല. ലക്ഷ്യം വിട്. ഇപ്പൊ ഓരോ മനുഷ്യന്റെ ലക്ഷ്യം, ഇപ്പൊ എന്റെ ലക്ഷ്യം നിങ്ങളെ ലക്ഷ്യം രണ്ടായിരിക്കുമല്ലോ ആ അല്ലേ? അള്ളാഹുവിന്റെ ലക്ഷ്യാണ്. അള്ളാഹു അതിനാണ് സർവ്വതും സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യന്മാരെ അല്ല അത് അള്ളാഹു ഭൂലോക പരാജയമാണ്, അത് വിട്ടാളി. അള്ളാഹുവിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ കണക്കനുസരിച്ച് ഇവിടുത്തെ പരമ്പരാഗത പിന്നെ ഈ ആചാരപരതയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ പോലും അള്ളാഹുവിന്റെ ലക്ഷ്യത്തിൽ നിന്ന് അകലെയാണ് അല്ലേ? പിന്നെ നിങ്ങളും പിന്നെ 2-3 മാഷന്മാരും ടീച്ചർമാരും കഴിഞ്ഞാൽ ആകെ ഒരു 7-8 പേരാണ് ലോകത്ത് ചിലപ്പോ ഉണ്ടാവുക അള്ളാഹുവിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ പോകുന്നത്. 7-8 പേരൊന്നല്ല, 1 ലക്ഷം ആൾക്കാരൊക്കെ ഉണ്ടാവുമോ ചിലപ്പോ? അങ്ങനെ ഇഷ്ടം പോലെ. ഈ 600, 650, 700 കോടി മനുഷ്യന്മാരിൽ 1 ലക്ഷം ആൾക്കാരുണ്ടാവോ? 1 ലക്ഷത്തിന്റെ ഒക്കെ മേലെ ഉണ്ടാവും. പോട്ടെ, 1 കോടി മനുഷ്യന്മാരുണ്ടാവോ? പക്ഷെ ഇത് ബോധ്യപ്പെട്ട ആളുകൾക്ക് ഇത് തുറന്നു പറയാൻ അറിയില്ല, വേർഡുകൾ ഉണ്ടാവില്ല. പക്ഷെ ഓല അനുഭവത്തിലായിട്ട് ജീവിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ഒരു 10% പോലും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ ഇവിടെ ആയി ജീവിക്കുന്നില്ല. അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കുക. അപ്പൊ അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കുക എന്ന ലക്ഷ്യത്തില് ഒരു സൃഷ്ടി നടത്തുകയും അതിലൊരു 10% പോലും സക്സസ് റേറ്റ് ഇല്ലെങ്കിൽ അള്ളാഹു എന്ത് തരം സൃഷ്ടികർത്താവാണ്? ഭൂലോക തോൽവിയല്ലേ? പക്ഷെ പകുതിയിൽ കൂടുതൽ ആളുകളും അശ്രദ്ധവാന്മാരാണ്. അതന്നെ പറഞ്ഞതേ. അപ്പൊ അതൊരു ഭൂലോക തോൽവിയല്ലേ സൃഷ്ടികർത്താവ് എന്നുള്ള നിലയിൽ അള്ളാഹു? അള്ളാഹു ഒരു ഉദ്ദേശത്തിൽ നോക്കൂ, അള്ളാഹു ഒരു ഉദ്ദേശത്തിൽ സൃഷ്ടി നടത്തുകയും ആ ഉദ്ദേശത്തിൽ സൃഷ്ടിച്ച സൃഷ്ടികള് അള്ളാഹുവിന്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല, ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല, അതിൽ ഫെയിലിയർ ആവും ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ഫെയിലിയർ അല്ലേന്ന്? പൂർത്തീകരിക്കപ്പെട്ടു, അള്ളാഹുവിന്റെ ലക്ഷ്യത്തിൽ തന്നെയാണ്. പക്ഷെ അത് ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് അത് മനസ്സിലായില്ല. ഇപ്പൊ എനിക്ക് ഇത് അതാ ഞാൻ പറഞ്ഞ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അടിമത്തുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇന്നെ അറിഞ്ഞ് ആരാധിച്ചാൽ മതി എന്നാണ് അള്ളാഹിന്റെ ലൈന്. അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട് എല്ലാരും, കാരണം എല്ലാരും ജീവിക്കണില്ലേ. ജീവിച്ചാ മതി, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ആ അനുഭവം ഞമ്മക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അത് അറിയണം. നിങ്ങള് ആകെ കുഴഞ്ഞു മറിഞ്ഞിക്കണ്. ഞാൻ നിങ്ങളോട് വലിയ താല്പര്യത്തിൽ ഇത് പറഞ്ഞെന്തോണ്ടാ അറിയോ? ഞാൻ ഈ വഴിയിലേ, അതായത് നിങ്ങളിപ്പോ ചിന്തിക്കുന്ന ഈ പാന്താവ് ഉണ്ടല്ലോ, നിങ്ങൾ സഞ്ചരിക്കുന്ന ഈ പാന്താവില് ഞാൻ കുറച്ചു കാലം അലഞ്ഞതാണ് കേട്ടാ, ഒരു ഭ്രാന്തനെ പോലെ. നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായില്ല, അതാണ് പ്രശ്നം. എനിക്ക് ലക്ഷ്യമുണ്ട് ഇപ്പൊ. അത് ഏതെങ്കിലും ഒരു പുകയുടെ അടിസ്ഥാനത്തിൽ ആ പുകയിൽ അഭിരമിച്ച് അങ്ങനെ പോകലല്ല. നമ്മളെ ചുറ്റുമുള്ള സഹജീവികളെ കുറിച്ചുള്ള മറ്റുള്ള മനുഷ്യരെ കുറിച്ചുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യമാണ്, സഹാനുഭൂതിയാണ്. നിങ്ങളുടെ ലക്ഷ്യം അതാണ്. എന്നെ പോലെ ജീവിക്കാൻ അന്തസ്സും എന്നെ പോലെ അവകാശങ്ങളും അന്തസ്സുള്ളവരാണ് എന്റെ സഹജീവികളായിട്ടുള്ള ഓരോ മനുഷ്യരും എന്നുള്ളതാണ് എന്റെ ബോധ്യം. തീർച്ചയായും ഇന്ത്യൻ ബോധ്യം അതാണ്. പക്ഷെ നിങ്ങൾ അള്ളാഹുവിന് ആ ബോധ്യമല്ല. നിങ്ങൾ അള്ളാഹുവിനെ എങ്ങനെയെങ്കിലും അറിഞ്ഞ് ആരാധിച്ചാൽ മതി എന്നാണ്. അറിഞ്ഞ ആരാധിക്കലാണ് എന്നെ ജീവിതം. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് അള്ളാഹുവിനാണെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ചു വിട്ട മനുഷ്യരിൽ 90%-നും അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാനുള്ള ഒരു കഴിവില്ലേനു. അപ്പൊ ആക്ച്വലി നിങ്ങള് അള്ളാഹുവിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എന്റെ കൂടെ, ഞാൻ ഒരു അവസാന വാക്ക് പറയാം, നിങ്ങൾ അള്ളാഹുവിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എന്റെ കൂടെ കൂടിക്കോളി. അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിന് ലക്ഷ്യം ഉണ്ടാവും, അർത്ഥം ഉണ്ടാവും എന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ എല്ലാരും കൂടിയാണ്. അപ്പൊ ആയിക്കോട്ടെ, എന്നാ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം. ആയിക്കോട്ടെ, ശരി. ഓക്കെ.